Hey there, I'm your friend Shami KP. അപ്പോൾ നാളെ ബയോളജി എക്സാം ആണ്. സോ ഐ എം ജസ്റ്റ് ഗോൺ സ്പീക്ക് വാട്ട്സ് ഇൻ മൈ മൈൻഡ്. വെരി സിമ്പിൾ ടൈപ്പ് ഓഫ് വീഡിയോ ആണ്. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എക്സാം ആണല്ലോ. സോ ഞാനൊരു ഫൈനൽ ടൈം NCERT ഫുള്ള് വായിക്കുകയാണ്. ശരിയാണ്, പെർഫെക്റ്റ് രീതിയിൽ പ്രിപ്പറേഷൻ ആയിട്ടില്ല. 9 days കിട്ടിയിട്ടും ഒരു പെർഫെക്റ്റ് രീതിയിൽ 9 ദിവസം ഫുള്ളി യൂട്ടിലൈസ് ചെയ്തിട്ടില്ല, അടിപൊളിയായിട്ടില്ല. നമ്മൾ എക്സാം തുടങ്ങുമ്പോൾ നമുക്ക് ടൈം ടേബിൾ കിട്ടിയപ്പോൾ ബയോളജിക്ക് ഇത്രയും ദിവസം ഉണ്ട്, അപ്പോൾ സെറ്റാക്കും ആ ഒരു രീതിയിലൊക്കെ ഒരുപാട് പണ്ട് കരുതിയിരുന്നു തുടങ്ങുന്ന ടൈമിൽ. ബട്ട് അതൊന്നും അത്രക്ക് പെർഫെക്ഷനിൽ പറ്റിയിട്ടില്ല. കാരണം ഒബ്വിയസ്ലി ഒരു മാസമായിട്ട് എക്സാമിന് ബോർഡ് എക്സാമിൻ്റെ പ്രഷറിൽ ഇങ്ങനെ ഒരു മാസം ഫുള്ള് പോവുകയാണ്. സോ അവസാനം എത്തുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും. ബട്ട് സ്റ്റിൽ ദാറ്റ് ഈസ് ഫൈൻ, ഇറ്റ്സ് ഓക്കെ. സോ അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. ശരിയാണ്, പെർഫെക്ഷനിൽ പറ്റിയില്ല എങ്കിലും കഴിയുന്നത്ര ബെസ്റ്റ് രീതിയിൽ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ ടൈം NCERT വായിക്കുകയാണ്. സോ ആസ് യു ക്യാൻ സീ യു ഹാവ് ദി ബയോളജി NCERT ആൻഡ് ഇതിനകത്ത് ഞാൻ ബാക്കിൽ നിന്ന് മുന്നോട്ടാണ് വായിക്കുന്നത്. എന്ന് വെച്ചാൽ ബാക്കിലെ പാഠം തൊട്ടിട്ട് ഇങ്ങനെ ഫസ്റ്റിലോട്ട് വായിച്ച് പോവുകയാണ്. വായിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫീലിംഗ് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ വായിച്ചിങ്ങനെ തുടങ്ങിയായിരിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് നമ്മളെന്താ വായിച്ചുകൊണ്ടിരുന്നതെന്ന് തന്നെ സംശയമായിട്ട് ഫസ്റ്റ് നിന്ന് വീണ്ടും തുടങ്ങി അങ്ങനെ ഇങ്ങനെ റിപ്പീറ്റ് ആവുന്ന ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഇറ്റ്സ് ഓക്കെ. പിന്നുള്ളൊരു സംഭവമാണ് ഞാൻ ആദ്യം വായിച്ചതൊക്കെ ഇപ്പോൾ മറന്നിട്ടുണ്ടാവില്ല എന്നുള്ള ഫീലിംഗ്, വിച്ച് ഈസ് ഓൾസോ ഫൈൻ, ഹാപ്പൻസ് വിത്ത് എവരി വൺ എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണെങ്കിലും എൻ്റെ ഒപ്പം ആവാറുണ്ട്. ബട്ട് സ്റ്റിൽ ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് എല്ലാം വായിക്കുന്നു. ചില സംഭവങ്ങളൊക്കെ ചില പേരുകളൊക്കെ ഉണ്ടാവും, ഓരോ ബാക്ടീരിയൻ്റെ പേരും ഓരോ പാത്തജൻസിൻ്റെ പേരും, പിന്നെ എന്താ അതുപോലെ ഓരോ പേരുകൾ ഓർത്ത് വെക്കാനുള്ളത്. അത് ഇടയ്ക്ക് മറക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ തിരിച്ച് ആലോചിക്കുമ്പോൾ അതെന്തായിരുന്നു എന്ന് വീണ്ടും നോക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഇൻ റിയാലിറ്റി എക്സാം ഹോളിനകത്ത് നമുക്ക് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്, റൈറ്റ്? പിന്നെ ബുക്ക് മുഴുവൻ ഒരു പ്രാവശ്യം ഇവിടെ വായിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ MCQ ആൻസർ ചെയ്യാൻ ഒന്നുകൂടി ബെറ്റർ ആയിട്ട് കഴിയും. കാരണം നമുക്കത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ തന്നെ MCQs ഒന്നുകൂടി ബെറ്റർ ആയിട്ട് ആൻസർ ചെയ്യാൻ കഴിയും. പിന്നെ എനിക്കിനി ഒന്നുകൂടിയൊക്കെ നോക്കാനുള്ള ഡയഗ്രാംസ് ആണ്. ഡയഗ്രാംസ് വരക്കുന്ന സംഭവം അത് ശരിയാക്കാനുണ്ട്. പിന്നെന്താ അതിനകത്തുള്ളത്, പിന്നെ അത്രയൊക്കെ തന്നെ സത്യം പറഞ്ഞുള്ളൂ. പിന്നെ എൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം നാളെയാണ് എക്സാം, നാളത്തോടെ എക്സാം ഫുൾ കഴിഞ്ഞു. നാളെ ഫൈനൽ ഡേ ആണ് സത്യം പറഞ്ഞാൽ ഓഫ് ക്ലാസ് 12th ഓഫ് യുവർ സ്കൂൾ ലൈഫ്. ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ദാറ്റ് വിൽ ബി ദി ലാസ്റ്റ് ഡേ. ഇനി ഒരു ദിവസം കൂടി ഉള്ളൂ സത്യം പറഞ്ഞാൽ. ആ ഒരു ദിവസം കൂടി ഒന്ന് മാനേജ് ചെയ്യുക, സെറ്റാക്കുക. പിന്നെ അപ്പോൾ നാളത്തെ ദിവസം ഭയങ്കര കോൺഫിഡൻസിൽ പോവാം. എനിക്ക് അതാണ് മനസ്സിലായത്. 10th ക്ലാസ്സിൽ എനിക്കൊരു എക്സാം, ഹിന്ദി എക്സാമിന് നല്ല മാർക്ക് കിട്ടിയിരുന്നു. അന്ന് എനിക്ക് ഭയങ്കര കോൺഫിഡൻസിലായിരുന്നു പോയിരുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി വീണ്ടും ഇവിടെ, കാരണം അന്ന് എനിക്ക് എൻ്റെ ഈസിയസ്റ്റ് സബ്ജക്റ്റ് ആയിരുന്നു ഹിന്ദി. സോ ഇവിടെയും എൻ്റെ ഫേവറേറ്റ് അല്ലെങ്കിൽ എനിക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് തോന്നിയ സബ്ജക്റ്റാണ് ബയോളജി. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ കുറേയൊക്കെ നമ്മൾ എഴുതി പിടിപ്പിക്കുമല്ലോ, എഴുതിയിട്ട് നമുക്ക് സംഭവം അറിയാവുന്ന എക്സാമിനറിന് കാണിക്കുന്ന രീതിയിൽ എഴുതാൻ ശ്രമിക്കുക. പിന്നെ ഇപ്പം എന്താ NCERT വായിച്ചു നോക്കുന്നുണ്ടല്ലോ, ലൈക്ക് ഇപ്പോൾ 6th ചാപ്റ്ററാണ് എത്തിയിട്ടുള്ളത്. ബാക്കിൽ നിന്ന് മുന്നോട്ടാണ് പോകുന്നത്. 14th ചാപ്റ്ററിൽ നിന്ന് 6th ചാപ്റ്റർ എത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഇന്നിരുന്ന് വായിച്ചാണ് സത്യം പറഞ്ഞാൽ. ശരിയാണ്, ഇടയ്ക്കിടയ്ക്കൊന്ന് ബ്രേക്ക് സംഭവങ്ങളൊക്കെ എന്നാലും ഉണ്ട് തലേ ദിവസം പഠിക്കുകയാണെങ്കിൽ. ഇതെന്തായാലും ചാപ്റ്റർ 1 വരെ എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അങ്ങനെ പഠിക്കുന്നുണ്ട്. NCERT കവറിങ് ഉണ്ട്, കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഡയഗ്രാംസ് ഒന്ന് നോക്കണമെന്നുണ്ട്. കഴിയുന്ന രീതിയിൽ നോക്കിയാൽ മതി. പിന്നെ പ്രശ്നമൊന്നുമില്ല, സത്യം പറഞ്ഞാൽ ഈസി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു കോൺഫിഡൻസിൻ്റെ ഒരു സംഭവമാണ് വേണ്ടത്. നല്ല രീതിയിൽ മനസ്സിലാക്കി വായിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പിന്നെന്താ ഞാൻ എല്ലാത്തിനെയും 1 ഷോട്ട്സ് പോലെ കണ്ടിരുന്ന്, പിന്നെ അതെല്ലാം 2xലാണ് കണ്ടത്, വേറെ കാര്യം. ഓക്കെ, സോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. NCERT മനസ്സിലാക്കി വായിക്കുന്നുണ്ട്. ഓൾ ഓക്കെ ആണ്. പിന്നെ എനിക്ക് തോന്നുന്നത് എൻ്റെ സ്ട്രാറ്റജി ഇതാണ്, എൻ്റെ സ്ട്രാറ്റജിയാണ് കേട്ടോ. കോൺഫിഡൻസിൽ പോയാൽ തന്നെ നമ്മൾ പേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചത് മറക്കുക ചെയ്യുക. പക്ഷെ നമ്മൾ കോൺഫിഡൻസിലായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പഠിക്കാത്ത സംഭവം നമുക്ക് ഓർമ്മയിൽ നിന്ന് തിരിച്ചെടുക്കാൻ കഴിയും. സോ എൻ്റെ ഏറ്റവും വലിയ സ്ട്രാറ്റജി ഇപ്പം അതാണ്. NCERT മര്യാദയ്ക്ക് മനസ്സിലാക്കി വായിക്കുക. ഇന്നും നാളെയൊക്കെ ആയിട്ട്, നാളെയാണ് എക്സാം, വേറെ കാര്യം. അങ്ങനെ ചെയ്യാം. പിന്നെ അങ്ങനെ ചെയ്ത ശേഷം കോൺഫിഡൻസിൽ പോയി എഴുതുക. കോൺഫിഡൻസാണ് ഇപ്പോൾ ഏറ്റവും വലിയ എൻ്റെ ഹോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സെറ്റാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രശ്നമൊന്നുമില്ല,
കഴിയുന്നത്ര ചെയ്തല്ലോ, ദാറ്റ്സ് ഇനഫ് അല്ലേ. പിന്നെ നാളത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെയാണ് ആദ്യമായിട്ട് നോമ്പ് നോറ്റിട്ട് എക്സാം എഴുതാൻ പോകുന്നത് ക്ലാസ് 12th. സോ ഐ ആം നോട്ട് ഷുവർ അബൌട്ട് ഹൗ ദാറ്റ് വിൽ ടേൺ ഔട്ട്. ഓക്കെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അത്രയുള്ളായിരുന്നു ഈ വീഡിയോയിൽ, ജസ്റ്റ് ഓണസ്റ്റ് തോട്ട്സ് അബൌട്ട് വാട്ട് ഇസ് ഗോയിങ് ഓൺ ഇൻ മൈ മൈൻഡ് വെൻ യു ഹാവ് ബയോളജി എക്സാം നെക്സ്റ്റ് ഡേ. അപ്പോൾ അത്രയുള്ളായിരുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, കീപ് സ്മൈലിംഗ് ഗൈസ്.